ഖുർആൻ എന്നെ എൻ്റെ ലൈഫിനെ കംപ്ലീറ്റ്ലി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം ഞാനൊരു ഖുർആനിക് സ്റ്റുഡൻ്റ് എന്ന് പോലും ഞാൻ പറയാറില്ല. കാരണം ഞാനിങ്ങനെ പകച്ച് നിൽക്കാറുണ്ട്. ഖുർആൻ്റെ വേഴ്സസും ഖുർആൻ്റെ സൗന്ദര്യവും ഒക്കെ നമ്മളെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ഒരു പ്രത്യേക വേഴ്സിനെ കുറിച്ച് പറയാൻ എന്നോട് ചോദിച്ചാൽ, ഞാൻ ആദ്യകാലങ്ങളിൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് പലതും കോർപ്പറേറ്റ് ട്രെയിനിങ് ആണ്. അപ്പം പല ട്രെയിനിങ്ങിലും നമ്മുടെ ട്രെയിനീസ് എന്ന് പറയുന്നത് ഗതികെട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നവരാണ്. കാര്യം മാനേജ്മെൻറ്റിൻ്റെ പ്രഷർ കൊണ്ട് വന്നിരിക്കുന്ന ഫോഴ്സ്ഡ് ട്രെയിനിങ് ആണ്. 12 മണിക്കൂർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പിള്ളേർ കാർ വാഷിൽ നിന്ന് കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് എൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരിക്കും ട്രെയിനിങ്. ഞാനിങ്ങനെ കോട്ടൺ സൂട്ടും ബ്ലേസറൊക്കെ ഇട്ട് ഇങ്ങനെ വലിയ എനർജറ്റിക്കായിട്ട് ട്രെയിനിങ്ങിന് വരും. അപ്പോൾ ഈ കുട്ടികൾ ആരും എനർജറ്റിക്കായിട്ടായിരിക്കില്ല ഇരിക്കുന്നത്. ഒരു ദിവസം ഞാൻ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ആവേശത്തോടെ സംസാരിക്കുന്ന ഒരു പയ്യൻ അയാളുടെ മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കളിക്കാം. ഞാൻ കൂടെ നോക്കുന്നുണ്ട്, മൊബൈലിലാണ്. എന്നെ നോക്കും, അവൻ എന്നെ കൂടുതൽ ഞാൻ അവനെ നോക്കുന്നു എന്നുള്ളൊരു പരിഗണന പോലും തരാതെ മൊബൈലിൽ കളിക്കാം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നമ്മൾ ഇത്ര എഫേർട്ടൊക്കെ എടുത്തിട്ട് ട്രെയിൻ ചെയ്യുമ്പോൾ ഒരുത്തൻ എൻ്റെ മുന്നിൽ നിന്നിട്ട് മൊബൈലിൽ കളിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ അതേ കളിച്ചുകൊണ്ടിരുന്നവൻ ഒരു കൂസലും ഇല്ലാതെ എൻ്റെ മുന്നിൽ കൂടെ നടന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി. എൻ്റെ തലയിൽ ഒരു ഇടുത്തി വീണ പോലെ. കാര്യം നമ്മളെ ഒരു റെസ്പെക്റ്റും ചെയ്യാതെ അയാൾ ഇറങ്ങിപ്പോയി. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ മാനേജറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന ആൾ ഒന്ന് നോട്ട് ചെയ്യണം, അടുത്ത ദിവസം തൊട്ട് ഞാൻ ട്രെയിനിങ്ങിന് വരുമ്പോൾ ഇയാൾ എൻ്റെ മുന്നേ വേണ്ട, യു ഡോണ്ട് റെസ്പെക്ട് മീ. അപ്പോൾ അയാളോ സോറി സാർ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഇതേപോലെ ഇൻസിഡൻ്റ് ഒക്കെ പറഞ്ഞു. ഞാൻ വണ്ടിയെടുത്ത് തിരിച്ച് എൻ്റെ വില്ലയിലേക്ക് പോകുന്ന യാത്ര മുഴുവൻ എൻ്റെ മനസ്സിൽ ഇവനെ കുറിച്ചിട്ടുള്ള ദേഷ്യമാണ്. കാരണം എന്നാലും ഇവനത് ചെയ്യാൻ പാടില്ലല്ലോ. നമ്മൾ ഇത്രയും ആവേശത്തോടെ അവനെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ, പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ. പിറ്റേന്ന് ദിവസം രാവിലെ എനിക്കൊരു കോള് ഈ മാനേജറിൻ്റെ, സാർ ഇന്നത്തെ ട്രെയിനിങ്ങിൽ ആ പുള്ളി ഉണ്ടാവില്ല കേട്ടോ, പുള്ളിയെ കൊണ്ട് ഞാൻ എയർപോർട്ടിലേക്ക് പോവുകയാണ്, പുള്ളിയുടെ ഉപ്പ മരണപ്പെട്ടു പോയി. അപ്പോൾ ഇന്നലെ പുള്ളി ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് വരുമായിരുന്നു. ഇങ്ങനെ പുള്ളി ആ മെസ്സേജിന് ആൻസർ ചെയ്യുമായിരുന്നു. പുള്ളി എന്നോട് സാറിനോട് സോറി പറഞ്ഞേക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും വണ്ടി ഓടിച്ച് ഈ സെക്കൻഡ് ഡേ ട്രെയിനിങ്ങിന് വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രി തിരിച്ചു പോകുന്ന ആ നിമിഷം മുതൽ ഉറക്കത്തിൽ പോലും എനിക്ക് അയാളോടൊരു ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ദിവസത്തെ യാത്രയിൽ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ മനുഷ്യനെ എനിക്കറിയില്ല, അവൻ്റെ ജീവിതം. ആ മനുഷ്യൻ്റെ ജീവിതം അറിയാതെ ഞാൻ അയാളെ ജഡ്ജ് ചെയ്തത് കൊണ്ട് എനിക്കൊരു ദിവസം രാത്രി മുഴുവൻ ഉറങ്ങാൻ സാധിച്ചില്ല. ഇന്നാണ് ഞാൻ ആ സത്യം അറിയുന്നത്, അയാളുടെ ഉപ്പ മരണപ്പെട്ടു, അയാൾ പോയിന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ ഒരു സബ്ജക്റ്റ് ഒരുപാട് പാഠങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സബ്ജക്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്താൽ, നമ്മളൊക്കെ അവനവൻ്റെ ശരിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് എൻ്റെ ശരി ചിലപ്പോൾ നിങ്ങളുടെ ശരിയായിരിക്കില്ല. നിങ്ങളുടെ ശരി എൻ്റെ ശരി മാച്ച് ചെയ്യാത്തൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചിട്ട് വേണ്ടാത്ത ചിന്തകൾ ചിന്തിച്ചു തുടങ്ങും. തീർച്ചയായും എൻ്റെ ശരി എന്താ? ഞാൻ ട്രെയിൻ ചെയ്യുമ്പോൾ എല്ലാവരും ക്ലാപ്പ് അടിക്കണം, ചിരിക്കണം, പറ്റുകയാണെങ്കിൽ ഒരു സെൽഫിയൊക്കെ എടുക്കാൻ സാർ എന്നൊക്കെ വരണം. ഇതെൻ്റെ ശരിയാ. അവിടെ ഇരുന്ന് ആ പയ്യൻ്റെ ശരി, അവൻ്റെ ഉപ്പാക്ക് വയ്യാതായി കഴിഞ്ഞാൽ ആ വിശേഷം അറിയുക, അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുക. ഇത്രയും ദൂരെ നിൽക്കുന്ന അവൻ ആ മൊബൈൽ ഫോണിലൂടെ അവൻ്റെ ഉപ്പായെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ആ പയ്യൻ്റെ ശരി. ആ ശരി തമ്മിലുള്ളൊരു മിസ്മാച്ചിൽ ഞാൻ കാണിച്ച വലിയൊരു അപരാധം, ആ മനുഷ്യനെ ഞാൻ എൻ്റെ മനസ്സിലിട്ട് വേണ്ടാതെ ചിന്തിച്ച് എന്നിട്ട് എന്താ ഉണ്ടായത്? ചിന്തിച്ച് ഞാൻ അനുഭവിച്ചു എന്ത് പ്രയാസം. ആ പയ്യന് ഇതൊന്നും അറിയുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വരി എൻ്റെ ജീവിതത്തെ വല്ലാണ്ട് സ്വാധീനിച്ചു. ലക്കും ദീനിക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ശരി, അയാൾക്ക് അയാളുടെ വിശ്വാസം അയാളുടെ ശരി. ഈ ഒരു വേഴ്സ് എൻ്റെ ലൈഫിൽ ഞാൻ പിന്നീട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. എന്താണ്? എല്ലാവർക്കും അവരുടേതായ വിശ്വാസവും ശരിയുണ്ട്. അയാളുടെ വിശ്വാസം അയാളുടെ ശരി, എൻ്റെ വിശ്വാസം എൻ്റെ ശരി. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിശ്വാസത്തെയും ശരിയെയും നമ്മൾ ഉപദ്രവിക്കാതിരുന്നാൽ ഈ ഭൂമിയിൽ നമുക്ക് സമാധാനം കിട്ടും. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന എൻ്റെ സക്സസിൻ്റെ എല്ലാ റീസണും ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം പീപ്പിൾ. കാര്യം നിങ്ങളുടെ ശരിയെ
എനിക്ക് ചോദ്യം ചെയ്യാൻ അവകാശമില്ല എന്നൊരു ബോധം, നിങ്ങളുടെ ശരിയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നുള്ള എൻ്റെ ബോധം, ഇതെന്നെ പഠിപ്പിച്ചത് ലക്കും ദീനിക്കും വലിയ ദീന. അത് കാരണം എൻ്റെ ലൈഫിൽ, എൻ്റെ വീട്ടിൽ, പേഴ്സണൽ ലൈഫിൽ, എൻ്റെ ഫാമിലി ലൈഫിൽ, എൻ്റെ റിലേഷൻഷിപ്പിൽ ഒക്കെ സമാധാനമാണ്. കാരണം എന്താ, ഇന്ന് എൻ്റെ മുന്നിൽ ആരെങ്കിലും ഒരു എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മനസ്സിൽ ഒരു റോങ് തോട്ട്സും വരില്ല. അത് അയാളെ ശരിയല്ലേ, അയാൾ ചെയ്യട്ടെ. ഞാൻ എൻ്റെ ശരി ചെയ്യും. ഞാൻ എൻ്റെ ശരിയിലേക്ക് അയാളെ നിർബന്ധിച്ച് കൊണ്ടുവരില്ല, പക്ഷെ എനിക്ക് അയാളെ ഇൻസ്പയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവരാൻ എന്നെ സാധിപ്പിച്ചൊരു പുസ്തകത്തെക്കുറിച്ചിട്ടാണ് എൻ്റെ സഹോദരൻ എന്നോട് ചോദിച്ചത്. നിങ്ങൾ ആ പുസ്തകത്തെ എത്രത്തോളം ആത്മാർത്ഥമായി പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ ദൂരെ നിന്ന് കാണാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി ദ വേ യു എക്സ്പ്രസ് ദ വേർഡ് ഓഫ് ഗോഡ്. ഇൻക്രെഡിബിൾ. ഞാൻ അബ്ദുള്ളയുടെ ഒരു വലിയ ഫാനാണ്, സീരിയസ്ലി സ്പീക്കിംഗ്. ദ വേ യു എക്സ്പ്രസ് ദ വേർഡ് ഓഫ് ഗോഡ്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നില്ല ആ ഒരു 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 റെസ്പോൺസിബിലിറ്റി ദൈവം കൊടുക്കുമെന്ന്. നിങ്ങൾക്കത് കിട്ടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ആൻഡ് മൈൻഡ് ബ്ലോയിങ്.